I'm dreaming in dreams bigger than me, taking my time, giving to me, paint my life into a masterpiece, coloring it how I want it to be. Won't stop till I see what I want to see. There's so much more that I feel. I won't stop until I uncover. ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മനോഹരമായൊരു എലിവേഷൻ നിർമ്മിച്ച നല്ലൊരു ഭംഗിയുള്ളൊരു വീണ്ടും വിശേഷമാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിശേഷങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വെച്ചാൽ ഇതുപോലെയുള്ള വീഡിയോകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെയാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങൾക്ക് പോകാം. ലൊക്കേഷൻ വരുന്ന എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം പള്ളിക്കരയ്ക്ക് സമീപത്തായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ബസ് റൂട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു 500-600 മീറ്റർ മാത്രം ദൂരത്തായി നിർമ്മിച്ച ഈ വീട് കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും 8 കിലോമീറ്റർ മാത്രം ദൂരമാണ് വരുന്നത്. തൃപ്പൂണിത്തുറയിൽ നിന്ന് ഏതാണ്ട് ഒരു 12 കിലോമീറ്റർ ദൂരവും പള്ളിക്കരയിൽ നിന്ന് 2.5 കിലോമീറ്റർ ദൂരവുമാണ് ഈ വീട്ടിലേക്ക് വരുന്നത്. വീണ്ടും മുൻവശത്തായി മനോഹരമായൊരു മതിൽ നിർമ്മിച്ചിരിക്കുന്നു. സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റ് ഈ വീടിന് നൽകിയിരിക്കുന്നു. നല്ലൊരു ഭംഗിയുള്ള എലിവേഷനിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ധാരാളം വീടുകളെല്ലാമുള്ള നല്ലൊരു ലൊക്കേഷനിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല ഭംഗിയിൽ തന്നെ വീതി കൂട്ടിയ റോഡ് ഫ്രണ്ടേജായാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഇതുപോലെയുള്ള 3 വീടുകൾ കൂടി ഇവിടെ അവൈലബിൾ ആണ്. 2018 ഫ്ലഡ് ബാധിക്കാത്ത ഒരു ഏരിയ കൂടിയാണ് ഇത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് 4.25 സെൻറ്റ് ഒറിജിനൽ ലാൻഡിലാണ്. ഏതാണ്ട് 2000-ഓളം സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ അകത്തെ വിശേഷങ്ങളിലേക്ക് പോകാം. മനോഹരമായൊരു മുറ്റം ഈ വീടിന് അവൈലബിൾ ആണ്. കടുപ്പാക്കല്ലുകളാണ് വിരിച്ചിരിക്കുന്നത്. അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും നൽകിയിട്ടുണ്ട്. 2 കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നൽകിയിരിക്കുന്നു. ഒരു കവേർഡ് കാർ പാർക്കിങ്ങും ഒരു ഓപ്പൺ കാർ പാർക്കിങ്ങുമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ വീടിൻ്റെ പ്രധാന വാട്ടർ സോഴ്സായി നൽകിയിരിക്കുന്നത് കിണർ വെള്ളമാണ്. മാത്രമല്ല KWO കണക്ഷൻ നമുക്കിവിടെ അവൈലബിൾ ആണ്. വളരെ മനോഹരമായ രീതിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ വുഡൻ വർക്കുകളെല്ലാം തീക്കൂടിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു മെയിൻ ഡോർ ഈ വീടിന് അവൈലബിൾ ആണ്. നമുക്ക് കാണാം ഇവിടെ എല്ലാം സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് സ്പോട്ടിംഗ് ലൈറ്റുകളെല്ലാം നൽകി നല്ല ഭംഗിയിലാണ് ഈ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. തീർത്തും വാസ്തു ശാസ്ത്രപരമായി തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ദിക്കിലേക്കാണോ. മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നേരെ കയറി ചെല്ലുന്ന ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. നല്ല മനോഹരമായൊരു ലിവിങ് സ്പേസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. വലിയൊരു TV യൂണിറ്റ് ഇവിടെ അവൈലബിൾ ആണ്. 3 ഫേസ് കണക്ഷനാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളെല്ലാം കെങ്കേമമായി തന്നെ ചെയ്തിരിക്കുന്നു. മനോഹരമായ രീതിയിലാണ് ഈ വീടിൻ്റെ ലിവിങ് സ്പേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ലിവിങ് സ്പേസ് ഒരു ഡബിൾ ഹൈറ്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ രീതിയിൽ നമുക്ക് കാണാം. നല്ല ഭംഗിയിലാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു പ്രത്യേക മോഡലിൽ തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് അടുത്ത എൻട്രി വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയ ഒരു ഡൈനിങ് സ്പേസാണ് ഇവിടെ ലഭിക്കുന്നത്. ഫുൾ സീലിംഗ് വർക്കുകളെല്ലാം വളരെ ഭംഗിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. വലിയ വിൻഡോ നൽകിയിരിക്കുന്ന ഒരു സൈഡിൽ, അതുകൊണ്ട് തന്നെ എപ്പോഴും വെളിച്ചം ലഭിക്കുന്ന ഒരു മെത്തേഡിലാണ് ഈ ഒരു സ്പേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വാഷ് ഏരിയ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. കോമൺ വാഷ് ഏരിയ ജാഗോർ ബ്രാൻഡാണ് ഇതിനെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് ഈ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വീട്ടിലേക്ക് കയറിയാൽ തന്നെ നല്ല വിശാലത അനുഭവപ്പെടുന്ന ഒരു സ്പേസ് ആണ് ഈ ഒരു ഏരിയ. നമുക്കിനി ഇവിടുത്തെ കിച്ചണിലേക്കൊന്ന് പോകാം. മനോഹരമായൊരു കിച്ചണാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയിൽ തന്നെ നിർമ്മിച്ച കിച്ചണിൻ്റെ ഫ്ലോറിങ്ങിനായി വുഡൻ ഫിനിഷുള്ള ടൈൽസുകളാണ് നൽകിയിരിക്കുന്നത്. ഒരു ഗ്രീനിഷ് വുഡൻ ഫിനിഷിലാണ് കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫുൾ സീലിംഗ് വർക്കുകളെല്ലാം മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു.
സീലിംഗിൽ പ്രൊഫൈൽ ലൈറ്റുകൾ, സ്പോട്ടിംഗ് ലൈറ്റുകൾ മുതലായവ നൽകിയിരിക്കുന്നു. കിഴക്കോട്ടാണ് ഈ വീടിൻ്റെ കുക്കിംഗ് ചെയ്യുന്ന ഒരു ദിശ വരുന്നത്. മനോഹരമായ രീതിയിലാണ് കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത്. കിച്ചണോട് ചേർന്ന് തന്നെ നമുക്കൊരു വർക്ക് ഏരിയയ്ക്കുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. വേണമെങ്കിൽ അത് നിർമ്മിച്ചും നൽകുന്നതാണ്. വാസ്തു ശാസ്ത്രപരമായി തന്നെയാണ് കിണർ നിർമ്മിച്ചിരിക്കുന്നത്. കിച്ചണോട് ചേർന്ന് തന്നെ വടക്ക് കിഴക്ക് മൂലയിലാണ് കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത്. ധാരാളം ശുദ്ധജലം ലഭിക്കുന്ന ഒരു ഏരിയ കൂടിയാണ്. അത്യാവശ്യം സെറ്റ് ബാക്ക് നൽകി തന്നെയാണ് വീടിൻ്റെ സൈഡ് വശങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ഒരു അലക്ക് കല്ലെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. നമുക്കിനി ഇവിടുത്തെ ബെഡ്റൂമുകളൊന്ന് പരിചയപ്പെടാം. 2 ബെഡ്റൂമുകളാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത്. ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. വലിയ വിൻഡോകൾ നൽകിയിരിക്കുന്നു. അറ്റാച്ച്ഡ് ബാത്റൂമും വാൾഡ്രോബ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഒരു ഡ്രസ്സിങ് ഏരിയയും ഇവിടെ അവൈലബിൾ ആണ്. മനോഹരമായ രീതിയിൽ നിർമ്മിച്ച ഈ ബെഡ്റൂമിന് മനോഹരമായൊരു ബാത്റൂം കൂടി അവൈലബിൾ ആണ്. നല്ലൊരു സ്പേഷ്യസ് ആയ ബാത്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. കൺസീൽഡ് ആയിട്ടാണ് ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഡിവൈഡ്, വെറ്റ് ആൻഡ് ഡ്രൈ ഡിവൈഡ് ആയി തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായി നിർമ്മിച്ച ഈ ബാത്റൂമിന് ജാഗ്വർ ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂം, ഗ്രൗണ്ട് ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂം എന്ന് കാണാം. അത്യാവശ്യം സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ ബെഡ്റൂമും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മനോഹരമായ രീതിയിൽ തന്നെ ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. നമുക്ക് കാണാം നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ധാരാളം വെന്റിലേഷൻ സൗകര്യം നൽകിയിരിക്കുന്നു. വാളിൽ പ്രത്യേക കളറുകളെല്ലാം നൽകിയിരിക്കുന്നു. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. വാൾഡ്രോബ് സൗകര്യവും ഡ്രസ്സിങ് ഏരിയയും നമുക്കിവിടെ അവൈലബിൾ ആണ്. മാത്രമല്ല ഒരു ടേബിൾ, കബോർഡിനോട് ചേർന്ന ഒരു ടേബിളും സ്റ്റഡി ടേബിളും നമുക്കിവിടെ അവൈലബിൾ ആണ്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല സ്പേഷ്യസ് ആയ ബാത്റൂം ഇവിടെയും അവൈലബിൾ ആണ്. ഹോട്ട് വാട്ടർ ലഭിക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളെല്ലാം നൽകിയിരിക്കുന്നു. വെറ്റ് ആൻഡ് ഡ്രൈ ഡിവൈഡ് ചെയ്ത് തന്നെയാണ് ഈ ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സെറയുടെ സാനിറ്ററി ഫിറ്റിങ്സുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് ഈ ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കാണാം. സ്റ്റെയർകേസ് ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർകേസിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റും ഹാൻഡിലിനായി GA സ്ക്വയർ ട്യൂബുമാണ് നൽകിയിരിക്കുന്നത്. നേരെ കയറി ചെല്ലുന്നത് ഒരു ഫാമിലി ലിവിങ് സ്പേസിലേക്കാണ്. മനോഹരമായൊരു ലിവിങ് സ്പേസാണ് ഇവിടെ ലഭിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകൾ നല്ല ഭംഗിയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്നു. വലിയ വിൻഡോ ഇവിടെ അവൈലബിൾ ആണ്. ഒരു TV യൂണിറ്റ് മനോഹരമായി തന്നെ നൽകിയിരിക്കുന്നു. വാളുകളിൽ വാൾപേപ്പർ നൽകിയിരിക്കുന്നു. 2 ബെഡ്റൂമുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. 2 ബെഡ്റൂമുകളിൽ ഫസ്റ്റ് ബെഡ്റൂം നമുക്കൊന്ന് കാണാം. അതായത് ഇവിടുത്തെ തേർഡ് ബെഡ്റൂം. അതിനു മുമ്പ് നമുക്കിവിടെ എല്ലാം നമുക്ക് കാണാം. മനോഹരമായ രീതിയിൽ തന്നെ CNC കട്ടിങ്ങും അതേപോലെ തന്നെ GA സ്ക്വയർ ട്യൂബ് വർക്കുകളെല്ലാം ചെയ്ത് നല്ല ഭംഗിയിലാണ് ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ബാൽക്കണിയിലേക്കൊരു എക്സിറ്റ് അവൈലബിൾ ആണ്. മനോഹരമായൊരു ബാൽക്കണിയാണ്. ഇതിൻ്റെ ഹാൻഡ് റെയിലിനായി ടഫൻ ഗ്ലാസും വുഡുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടുത്തെ തേർഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നല്ല സ്പേഷ്യസ് ആയൊരു ബെഡ്റൂം. മനോഹരമായ രീതിയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്നു. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം നല്ല ഭംഗിയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്നു. ഒരു വലിയൊരു ടഫൻ ഗ്ലാസ് ഒരു വാളിൽ നൽകിയിരിക്കുന്നു. ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വലിയൊരു വാൾഡ്രോബ് സൗകര്യം നമുക്കിവിടെ അവൈലബിൾ ആണ്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല സ്പേഷ്യസ് ആയ ബാത്റൂമും നമുക്കിവിടെ അവൈലബിൾ ആണ്. മനോഹരമായ രീതിയിലാണ് ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് കാണാം ഇവിടെ എല്ലാം ഒരു ഓപ്പണാക്കി തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയൊരു ബാത്റൂം നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇവിടെ കൺസീൽഡായിട്ട് തന്നെയാണ് ഈ ബാത്റൂം നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല ഡിവൈഡ്, വെറ്റ് ആൻഡ് ഡ്രൈ ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഏതാണ്ട് 4.25 സെൻറ്റ് ഒറിജിനൽ ലാൻഡിലാണ് 2000-ഓളം സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു യൂട്ടിലിറ്റി സ്പേസുമായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂമിലേക്ക് ഒന്ന് പോകാം. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ ബെഡ്റൂമും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. വാൾഡ്രോബ് സൗകര്യം എല്ലാം തന്നെ അവൈലബിൾ ആണ്. 4 ബെഡ്റൂമുകൾ കൂടാതെ ഒരു യൂട്ടിലിറ്റി സ്പേസും നമുക്ക് ഈ വീടിന് അവൈലബിൾ ആണ്. മനോഹരമായി നിർമ്മിച്ച ഈ വീടിൻ്റെ വില ഭാഗങ്ങളിലേക്ക് പോയാൽ ഈ വീടിന് ചോദിക്കുന്ന വില 95 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. സൈറ്റ് വിസിറ്റിങ്ങിനായി ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.
മാത്രമല്ല ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ദിവസവും ഇതുപോലെയുള്ള വീഡിയോകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. മാത്രമല്ല ഒരു ലൈക്കും തന്ന് ഷെയറും തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു മനോഹരമായ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം.